സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ അതുൽ വ്ളോഗിങ്. സോറി, അൽ കേരള. ആക്ച്വലി നമ്മളിന്ന് വന്നിരിക്കുന്ന വേറെ ഒന്നല്ല, ഇന്ന് നമ്മളുടെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇമെയിൽ ലൈഫാണ് വരാൻ പോകുന്നത്. അപ്പം അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂൾ ഫോണിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും. തൽക്കാലം എനിക്ക് പറ്റാത്ത വേറെ ഒന്നുമില്ല. ഞാൻ മുന്നേ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ വീഡിയോ ഇപ്പോൾ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ല എനിക്കറിയില്ല. എന്തായാലും ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് നേരെ കിടന്നാലോ. നേരെ ആദ്യം കടയിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ ജോബ് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓടലും ഓട്ട മത്സരം ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ നേരെ കടയിൽ പോയിട്ട് നെയ്യ് ഒരെണ്ണം വാങ്ങാണ്ട് അത് വാങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നെയ്യൊന്ന് വാങ്ങിയിട്ട് വരാണ്ട് നമുക്ക് നെയ്യൊന്ന് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ഊരിട്ടൊക്കെയാണ് കേട്ടോ. ജസ്റ്റ് കട പോകണ്ടായിരുന്നു, എന്തായാലും ഇത്ര സാധനമുണ്ട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പോയിട്ട് പോയി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഇതാ വരുന്നു. പിന്നെ പൊന്നു കാര്യം ഞാൻ നല്ല വെഴുകി പോയിട്ടോ. കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്കും നല്ല വെഴുകിപ്പോയി. ഞാൻ ഒന്ന് പുറപ്പെട്ടേച്ചും വരാവേ. എൻ്റെ യൂണിഫോം കാണാത്തവർ കണ്ടോട്ടോ. ഇതാണ് എൻ്റെ യൂണിഫോം വരുന്നത്. അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് എൻ്റെ യൂണിഫോം വരുന്നത് കേട്ടോ. നമുക്ക് നേരെ പുറപ്പെട്ടിട്ടേക്കും വരാം. അങ്ങനെ സുന്ദർ കുട്ടപ്പനായിട്ട് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മി ഓക്കെ, അപ്പം നമുക്ക് ടൈം ടേബിൾ ആക്കട്ടെ. ഞാൻ ടൈം ടേബിൾ ആക്കി ഇട്ടേച്ചും വരാവേ. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ കടുകശ്ശേരി കടന്നു നേരെ കിടക്കാണ്. ഹായ് വീടൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ കടുകശ്ശേരി കഴിഞ്ഞ് പാചകം കൊടുക്കട്ടെ. ശരി, അങ്ങനെ നമ്മൾ കടന്നു വരുന്നിരിക്കുകയാണ്. പിന്നിലെ വണ്ടി വരുന്നുണ്ട്. ഓക്കെ, പുല്ല് അല്ലെങ്കിൽ ഭയങ്കര ഇതാവും. അങ്ങനെ കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ പോവാറായിട്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് പോകും. അങ്ങനെ നമ്മൾ ഇതാ കണ്ട നമ്മുടെ അമ്പലം എത്തിയിട്ടുണ്ട്. ആണോ ഉണ്ടോന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഫോൾഡർ എടുക്കാൻ മറന്നു പോയി. അങ്ങനെ നമ്മൾ തള്ളി അമ്പലത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉല്ലാസം പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പണിയോ എപ്പോഴാണ് ദൈവത്തിൻ്റെ അടുത്ത് രോഗം കിട്ടുകയെന്ന് അറിയില്ല. അപ്പം നമുക്ക് നേരെ അവിടെ കടന്നിട്ട് പിന്നെ നേരെ ഇങ്ങോട്ടാണ് കേട്ടോ. നമുക്ക് നേരെ കിടന്നിരിക്കും. അതിന് എത്ര ദൂരം എൻ്റെ അടുത്ത അമ്പലം എത്തിയിട്ടുണ്ട്. അതാണ് നിൽക്കുന്നത് അമ്പലം. ആണെന്നുണ്ടോ അറിയില്ല. അതാണ് അമ്പലം കേട്ടോ, വേറെ അമ്പലം. അങ്ങനെ താണ്ടി അടിപൊളി മനോഹരമായ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് എന്തായിരുന്നു പേടിയ മറന്നു പോയി, സത്യം പറഞ്ഞാലും അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് കിടന്നേക്കാം. അതിന് സമയം ഇപ്പം എത്ര മണിയാണ് അറിയുമോ? 8:19 20 20 അങ്ങനെ 8:20 അപ്പോൾ സമയം 8:20 ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് അറിയില്ല. എനിക്കെൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. മൈക്കോണാണല്ലോ. മൈക്കോണാണ്. അങ്ങനെ നമുക്ക് നേരെ വിടാം കേട്ടോ. എന്താട്ടോ എൻ്റെ പൊന്നെ ഇത് നായ ഉണ്ടായിരുന്നു, പിടിച്ചു പോയതാണേ. ഞാൻ അപ്പോഴത്തേക്ക് ഇതാണ് കൃഷ്ണ ചേച്ചി അല്ലേ? പേരിപ്പോ പറ പേര് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനിപ്പോ കടയിലാണ് എത്തിയിരിക്കുന്നത്. സാധാരണ ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലാണ് സാധാരണ ഇപ്പം കുടിക്കാറ്. ഇപ്പൊ മാറ്റി നേരെ ഇങ്ങോട്ടാക്കി. കാരണം എളുപ്പം എന്താണ്, ഇപ്പൊ നേരെ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടാ പോവാറ് കേട്ടോ. അപ്പം എൻ്റെ സ്കൂൾ ഈ വരി കാണുന്നതല്ലേ, എൻ്റെ സ്കൂൾ അവിടെയാണ്. ഇത് ചെറിയ സ്കൂളാണ് കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടതുപോലെയൊക്കെ അടിച്ചുപിടിക്കുക. അപ്പോൾ ഗൈസ്, എൻ്റെ കമ്പനിയുടെ ലോഗോ കാണിച്ചത് വേറെ ഒന്നുമല്ല, 1-2 ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അടിപൊളി ഒരു പ്രശാന്തമായ ഒരു കാട് പിടിച്ച ഒരു സ്ഥലം, നല്ല പച്ചൽ സ്ഥലമൊക്കെ കേട്ടോ. അടിപൊളി സ്ഥലമാണ്, ഭയങ്കര ഇഷ്ടമായി. അമ്മീ ടയർ പണിയാക്കി എന്തോ ഒരു കട്ടക്കടപ്പ് പോലെ ടയർ പണിയൊക്കെ പണിയൊക്കെ. അടിപൊളി സ്ഥലം കേട്ടോ. നോക്കി
ഇനിയൊരു ഗേറ്റാണ്. ഫ്രണ്ടിൽ പോകണ എൻ്റെ ഫ്രണ്ട് കേട്ടോ. അവന് ഫേസ് കാണിക്കില്ല. നല്ല ബ്രേക്ക് പിടിച്ച് നേരെ പോവാം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ നിർത്തിയിട്ട് ഒരു അടിപൊളി വ്യൂ ആട്ടോ മൊത്തം. ഞാൻ ഇവിടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഉണ്ടോ സീൻസ് അല്ലാണ്. എൻ്റെ സൈക്കിൾ ഇതായിരിക്കുന്നു, ഫ്രണ്ടിൻ്റെ സൈക്കിൾ ഇതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വിടാം. ഇതാണ് ഞാൻ പറയണത്, വന്ന വഴി മറക്കരുത് മറന്ന് ചേട്ടാ. വണ്ടി ചേട്ടാ, ഇതുവഴി കൂടെ വ്ളോഗ്. ഞാനേ വഴി തെറ്റി പോന്ന്. എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയില്ല. കടുകശ്ശേരി അറിയൂ? ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. അപ്പൊ ഓക്കെ ചേട്ടാ. അവസാന ഘട്ടത്തിൽ നമ്മൾ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ അറിയാം, അതിലെ ചിന്തിച്ചിട്ടുണ്ട്. ഈ കാലൊന്നും കഴുകണം, വീട്ടിൽ കയറണം, കുളിക്കണം. ഇന്നത്തെ എന്താ പഠിച്ചാണോ? എന്തൊക്കെയൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് തന്നെ അറിയത്തുള്ളൂ. ഞാൻ തന്നെ മറന്നിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഫുൾ ഡേ വ്ലോഗാണ് സത്യം പറഞ്ഞാൽ. വെച്ചാൽ ഇന്ന് രാത്രി വരെ വീഡിയോ ഉണ്ടാവും. നമ്മൾ ഇറങ്ങിയ ടൈം രാവിലെ 7:25 ഇറങ്ങി. നമ്മൾ അങ്ങോട്ട് എത്തിയത് 8:45. ആക്ച്വലി ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരു ഇഷ്യൂ ഫ്രൂട്ട് അടിച്ച് കഴിച്ചിട്ടാവുന്നത്. അങ്ങനെ നമുക്ക് ആയിട്ടില്ല. ഇനി നമ്മൾ നാളെ വർക്കിംഗ് ഡേ ആണ് കേട്ടോ. നാളെ ശനിയാഴ്ചയാണ്, പക്ഷെ നാളെ വർക്കിംഗ് ഡേ ആണ് കേട്ടോ. നാളെ വർക്കിംഗ് ഡേ ആണ്. നാളെ എനിക്ക് വേറെ എക്സാം ഉണ്ട്. അപ്പോൾ നാളെ ഒരു കോമ്പറ്റീഷൻ്റെ എക്സാം ഉണ്ട്, അതിൻ്റെയാണ്. ഓക്കെ. അപ്പോൾ തത്തടി അപ്പം അതിൻ്റെ ഒരു എക്സാം ഉണ്ട്. അതിൻ്റെ സ്റ്റഡിങ് ചിലപ്പോൾ ഉണ്ടാവില്ല. സ്റ്റഡി ചെയ്യാൻ ചിലപ്പോൾ കാണിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി വരുന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് എനിക്കൊക്കെ നിൽക്ക്. ഇന്ന് 11 മണി കണ്ടതുണ്ടല്ലോ, ലിറ്റിൽ വേയിൽ 13 റാങ്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ കൈയടിച്ചോടാകും. നമ്മൾ പിന്നെ എന്താ പറയുക, സ്റ്റഡിങ്ങിന് നിന്നു. സ്റ്റഡിങ്ങിന് നമ്മൾ 7 മണി എങ്ങാണ്ടായിരുന്നു കേട്ടോ. ഇരുന്നായിരുന്നു 7 മണിക്ക് ഇരുന്നു. കുറച്ചൊരു ഫ്രീ ഫയർ ഒക്കെ കളിച്ചിട്ടാണ് സ്റ്റഡിങ്ങിന് ഇരിക്കുന്നത്. ഹെഡ്ഫോണൊക്കെ വെച്ച് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയണത് വർക്കൊന്നുമില്ല. ഇന്ന് മാത്സ് എനിക്ക് എന്താ പറയുക, ഒരു കണക്കുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ സൈഡിൽ കാണിക്കട്ടെ. അപ്പം നമുക്ക് എന്തായാലും നേരെ വിട്ടാലോ? അപ്പം നേരെ വിടാം. ഫുൾ ടൈം പാസ് സ്പീഡാണേ. അങ്ങനെ ലാസ്റ്റ് അവസാനിക്കാറായപ്പോൾ തന്നെ ഞാൻ പകുതിയോളം ഉറങ്ങാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഉറങ്ങാൻ പോകാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിലത് ഈക്വേഷൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കണ്ടുപിടിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഉറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ കുടിച്ചായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പിടിക്കുക. ബൈ.